വിഴിഞ്ഞം അസ്മാസ്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൽ പോകാമെന്ന് പറഞ്ഞ് പോയി. ഞങ്ങൾ മോറ എന്ന് പറഞ്ഞൊരു മീൻ, കൊഞ്ച്, മീൻ മുട്ട അത് പൊരിച്ച് തന്നു. എൻ്റെ കൂട്ടുകാർ അത് കഴിച്ചില്ല. മയക്കവും തലകറക്കവും തല ഇങ്ങനെ കഴുത്ത് ഒടിഞ്ഞു പോകുന്നു. ഈ രണ്ടുപേരും ഇതാ മരിച്ചേക്കാണ്. ഇതാ ഇപ്പോൾ ഞങ്ങൾ ഡോക്ടേഴ്സ് എല്ലാ ഭാഗത്ത് ആശുപത്രിയിലുണ്ട്, തമ്മിലെടുത്ത് രണ്ടുപേരും മരിച്ചു. ഈ കഴിച്ചത് വിഴിഞ്ഞതാണെങ്കിൽ അപ്പോൾ അത് പോയിസൺ ആയിരിക്കുമല്ലോ. അത് ശരി. അപ്പം അവിടെ ഈ അസുഖം വന്നവരും മരിച്ചവരിലൊക്കെ ഈ മുട്ടയാണ് കയറിയിരിക്കുന്നത്. അത് സ്റ്റോക്ക് ഇരുന്ന് പഴയ എന്തൊക്കെ ആയിരിക്കും. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം വിഴിഞ്ഞത്തുള്ള സായാഹ്ന ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച 6 അംഗ കുടുംബത്തിലെ 2 പേർ മരണപ്പെട്ടത്. സമാനമായ രീതിയിൽ ആ ദിവസം ഈ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച നിരവധി പേർ ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ ഇപ്പോഴും കിടക്കുകയാണ്. എന്നാൽ ഈ ഒരു സാഹചര്യം മറികടന്ന റിട്ടയർഡ് SI ആയ മധുസൂദനൻ നായർ ഇപ്പോൾ മറുനാടനൊപ്പം ചേരുകയാണ്. ഞാൻ 15/2/2026 ഞങ്ങൾ 2-3 പേര് ഞാനും കൂടെ 3 പേര് ചുട്ട മീൻ കിട്ടും. കോവളത്ത് പോയി താഴെ വിഴിഞ്ഞം അസ്മാസ്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൽ പോകാമെന്ന് പറഞ്ഞ് പോയി. അവിടെ ഈ മീനുകളെല്ലാം കണ്ട് നമ്മൾ വില വച്ച് ഇത്ര രൂപ, ശരി, 1/2 കിലോ എത്ര, 300, 1 കിലോ അത് 600. അങ്ങനെ ഞങ്ങൾ മോറ എന്ന് പറഞ്ഞൊരു മീൻ, കൊഞ്ച്, മീൻ മുട്ട, അപ്പോൾ അതിന് 300 രൂപയാണ്. 3 മുട്ട, ചെറിയ മുട്ട, താറാവിൻ്റെ മുട്ടയുടെ മഞ്ഞക്കരുവിൻ്റെ അത്രയാണ്. അത് പൊരിച്ച് തന്നു. എൻ്റെ കൂട്ടുകാർ അത് കഴിച്ചില്ല. അവർക്ക് വേണ്ടായിരിക്കും. ഞാൻ അത്രയും കഴിച്ചു. കൊഞ്ചും അതും കൂടെ ഞാൻ കഴിച്ചു. അവർക്കൊരു കുഴപ്പമില്ല. ഞാൻ അവിടെ നിന്ന് ഞങ്ങളെല്ലാം കൂടെ വാഹനങ്ങളിൽ വന്ന് വീട്ടിൽ വന്നപ്പം 16-ാം തീയതി ഒരു 2 മണിക്കാണ് വീട്ടിൽ എത്തിയത്. കാരണം 1.5 മണിക്കൊക്കെ ആഹാരം കഴിച്ചിട്ട് ഒരു 3 മണിക്കൂർ യാത്രയൊക്കെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഒരു കുഴപ്പമില്ല, അരമണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ പട്ടിക്ക് വെളിയിൽ എന്നെ നോക്കി കിടന്ന പട്ടിക്ക് ആഹാരം കൊടുത്ത്, വീട്ടിലൊരു കൊച്ചു പട്ടിയുണ്ട്, അതെന്നെ നോക്കി നിൽക്കുക. അതിനെ കൊടുത്തിട്ട് 10 മിനിറ്റ് മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നു. അപ്പം സാധാരണ 2.5 മണിക്കൂറോടെ ഉറങ്ങുമല്ലോ, 5-6 മണിയൊക്കെ കഴിക്കുമല്ലോ എന്ന് പറഞ്ഞ് ഒരു ക്ഷീണം അപ്പോഴും തോന്നിയില്ല. കിടന്നു. ഒരു 5:45 2.5 മണിക്കൂർ ഉറക്കം കിട്ടി. ഉണർന്ന് ഞാൻ സാധാരണ ചാടി അങ്ങ് നടക്കുകയാണ്. കാരണം എക്സസൈസൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്കത് ഒരു സ്ട്രോങ് ആണ്. ഞാൻ ഇറങ്ങിയതും കുഴഞ്ഞ് മണ്ടടിച്ച് വീഴുന്ന ചാവാത്തത് ഭാഗ്യം എന്തോ എനിക്ക്. അപ്പോൾ അങ്ങനെ എന്തൊരു സംഭവിച്ചു എനിക്ക് അറിഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ വരാം, പിന്നെ എന്തെങ്കിലും സ്ട്രോക്ക് ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും എന്തായാലും അറ്റാക്കാ, കാരണം അറിഞ്ഞൂടല്ലോ. ഇതുവരെ അങ്ങനെ ആശുപത്രി കയറിയിട്ടില്ല, പോയിട്ടുമില്ല. പെട്ടെന്ന് ഞാൻ കയറി ഇങ്ങനെ അടുത്തുള്ള എൻ്റെ ഇതിൽ കസേരയിൽ പിടിച്ച് എഴിച്ച് പിന്നെ ഞാൻ നടന്നു, പിന്നെ ഇരുന്ന്, പിന്നെ ഞാൻ പതുക്കെ. അപ്പോഴാണ് ക്ഷീണം തോന്നിയത്. കിടന്നിട്ട് ഞാൻ എഴിച്ചിട്ട് സിറ്റൗട്ടിൽ ഇങ്ങനെ ലാഞ്ചി കിളിയൻ തട്ട് കളിച്ച പോലെ വന്നിരുന്ന്. അപ്പം വീട്ടുകാരത് കണ്ടു. അപ്പം മകൻ്റെ പറഞ്ഞ്, ഫാദറിന് എന്തോ ആടി പോകണം, എന്തിനാ നോക്ക്. അപ്പം വന്ന് നോക്കി, എന്തോ ആടി പറഞ്ഞ്, എന്തോ എനിക്ക്. അപ്പോൾ അവർ ആഹാരം കഴിക്കാൻ പുട്ടും പഴവും കൊണ്ടുവന്നു. പുട്ട് ആദ്യം നമ്മൾ അതിനെ എടുത്തിട്ടാണല്ലോ പഴം എടുത്ത് ഞാൻ ഇടുന്നത്. പക്ഷേ പുട്ടിനെ ഞാൻ പിടിക്കുമ്പം പഴത്തിലായിപ്പോവും, പഴത്തിൽ പിടിക്കാൻ പുട്ടായിപ്പോവും. അപ്പോൾ അത് കഴിക്കേണ്ട, പിന്നെ ഭാര്യയൊക്കെ തരണ്ടേന്ന് വിചാരിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞ് ഒരു ചായ കൊണ്ടുവന്നു. ചായ ഞാൻ എടുത്തു, കയ്യിൽ ഞാൻ എടുത്ത് ഇങ്ങനെ കുടിച്ചപ്പോൾ അപ്പം ഇളിക്ക് മുകളിൽ വലിയ കുഴപ്പമില്ല, എന്നാലും ഒരു മയക്കവും തലകറക്കവും, തല ഇങ്ങനെ കൊച്ചു കുട്ടികൾ, ഇത് കഴുത്ത് ഉറയ്ക്കാത്ത കുട്ടികൾ ഇങ്ങനെ കഴുത്ത് ഒടിഞ്ഞു പോകുന്നു. അപ്പോൾ ഈ ചായ ഇങ്ങനെ കുടിച്ചപ്പം ബാക്കിയാത്ത വരാണ്ടത് വലത്തോട്ട് പോകണം. പിന്നെ ഞാൻ തിരിച്ച് ഇങ്ങനെ അടുത്ത കൈയും കൂടെ പിടിച്ച് ഇങ്ങനെ കുടിച്ചപ്പോഴാണ് ഇടത്തോട്ട് പോകണം. പിന്നെ വീട്ടുകാരെല്ലാം കൂടെ എല്ലാം ഉടൻ തന്നെ ഇത് സംഗതി വശീകരണമെന്ന് എനിക്ക് മനസ്സിലായി. എന്താണെന്ന് അറിയണ്ടേ. നേരെ GG ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ ഡ്രസ്സിൽ അവർ എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകുമ്പോൾ വണ്ടിയിൽ പോയി. അപ്പോൾ നടക്കാൻ സാധിക്കില്ലേ? അവർ നടക്കാമെങ്കിൽ എനിക്ക്, ഞാൻ പോകില്ല ആശുപത്രിയിൽ. നടക്കാൻ ഞാൻ ഇതിന് ആശുപത്രി പോകണം. എനിക്ക് തന്നെ തോന്നിയത് എന്തോ ആണ്. ശരി, അവിടെ ചെന്ന് എല്ലാം ട്രീറ്റ് ചെയ്ത് അവരെല്ലാം റെഡിയാക്കിയൊക്കെ എടുത്തതും പറഞ്ഞ് അവർക്ക് നോക്കിയപ്പം പെട്ടെന്ന് ഒന്നും അവർക്ക് തോന്നിയില്ല. എന്താണ് ആഹാരം, ഭക്ഷണമെല്ലാം രാത്രി എല്ലാം കഴിച്ചു. എന്താണ് അത്? ഇങ്ങനെ മുട്ട പിന്നെ പൊരിച്ച് ആവിയിൽ ഈ കണൽ കരി ഇങ്ങനെ കണലിൽ അത് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ വെപ്രാളപ്പെട്ട് പോയതാണ്. അയ്യോ, ഇപ്പം പറഞ്ഞത് നന്നായി. ഈ 2 പേര് ഇതാ മരിച്ചേക്കാണ്. ഇപ്പോൾ ഞങ്ങൾ ഡോക്ടേഴ്സ് എല്ലാ ഭാഗത്ത് ആശുപത്രിയിലുണ്ട്, തമ്മിലെടുത്ത് 2 പേര് മരിച്ചു. ഈ കഴിച്ചത് വിഴിഞ്ഞതാണെങ്കിൽ അപ്പോൾ അത് പോയിസൺ ആയിരിക്കുമല്ലോ. അത് ശരി. അപ്പം
രണ്ടുപേരും മരിച്ച് എത്രയോ പേര് ആശുപത്രി കിടക്കണം, ഒരു 10-12 പേര് ആശുപത്രി കിടക്കണം. പിന്നെ അമ്മയും മോളും കൊട്ടാരക്കര, അതിൻ്റെ ഫോൺ നമ്പരും കാര്യങ്ങളൊക്കെ അത് വിളിക്കും. അതാണ് എനിക്ക് ഈ കംപ്ലയിൻറ്റ് 7 പിന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർക്ക് അയക്കാൻ വേണ്ടി അവരാണ് പറഞ്ഞത്. അവരയച്ചു. ഇപ്പം നടപടി അവർ സ്പീഡപ്പ് ചെയ്യുന്നുണ്ട്. ഇതുവരെ പിന്നെ അങ്ങനെ ഒരു പിന്നെ ഈ നമ്മുടെ ഈ പോയിസൻ്റെ ഇതിൽ കുറേ കോസ്റ്റ്ലിയാണ് എല്ലാം കംപ്ലീറ്റ് എല്ലാം ഉണ്ട്. ഒരു 3,89,000 ശതമാനത്തിൻ്റെ ബില്ലും കാര്യങ്ങളുണ്ട്. ഇത് വെച്ചാണ് ഞാൻ മുഖ്യമന്ത്രിക്കൊക്കെ എല്ലാം കൊടുത്തിരിക്കുകയാണ്. ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഒരുത്തരും വിളിച്ചിട്ടുമില്ല, തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. അല്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം കണ്ട് ഒരു ചായ പോലും കുടിക്കാൻ പറ്റാൻ നിവർത്തിയില്ലാത്തൊരു കുട്ടിയാണ്. എങ്ങനെയും അവരിത് വല്ലതും കഴിക്കാൻ ആരോ കൂടെ വന്നായിരിക്കും, അമ്മയും മോളും. ഇപ്പം കൊട്ടാരക്കര കിടക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് അവരെ ഫോൺ വിളിച്ചോ അവർ എന്ത് വേണമെങ്കിൽ അവർ എവിടെ വേണമെങ്കിൽ വരും ഇതിന് വേണ്ടി. അവർ ഇതിൻ്റെ പിറകെ നടക്കുകയാണ്. അതാണ് എനിക്ക് ഇത്തിരി പറയാനുള്ളത്. പിന്നെ സാർ ഈ ഡോക്ടറെ അടുത്ത് പോയപ്പം എന്ത് കഴിച്ചപ്പോഴാണ് ഇങ്ങനെ ഫുഡ് പോയ്സൺ അടിച്ചതെന്നാണ് പറഞ്ഞത്? അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം ഇങ്ങനെ മരിച്ചു എന്നൊക്കെ അപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ രാവിലെ പോയില്ലേ, പോയിട്ട് ഉടൻ തന്നെ അവർ നേരെ ഐസിയിലും കയറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് എന്താണ്, ഞാൻ പറഞ്ഞ് അവിടുന്ന് 10 അപ്പം, നമ്മൾ 10 അപ്പം, പിന്നെ ഒരു കലത്തിൽ കുറേ മീൻ കറി പോലെ കൊണ്ടുവച്ചു. കൊഞ്ച് അവർ ചോദിച്ചു എന്തൊക്കെ കഴിക്കുമെന്ന് ചോദിച്ചു. ഡോക്ടർക്ക് അറിയാമല്ലോ. അപ്പം കൊഞ്ച് പിന്നെ പൊരിച്ചു തന്നു. പിന്നെ മോറാന്നും പറഞ്ഞ് വാള മീൻ പോലത്തെ ഒരു ഫുള്ള്. പക്ഷേ അതിനെ ചുട്ട സാധനമാണ്, മറ്റെല്ലാം ചുട്ടാണ്. അതിനെ ഞാൻ പൊളിച്ചപ്പോൾ തൊലിയുടെ ഭാഗം നല്ല കരിഞ്ഞ് ബാക്കി ഭാഗം വന്ന് വെളുത്ത എന്ന് പറഞ്ഞാൽ വെന്തിരിക്കുമെന്നറിയില്ല, വെള്ള കളർ. അപ്പം ചോദിച്ചാൽ പറഞ്ഞ അരപ്പ് അത് ചുടണമുണ്ട്, നമുക്ക് അത് അകത്ത് അരപ്പൊന്നും പിടിക്കില്ല. പിന്നെ മുട്ട, അപ്പോൾ അവർ തന്നെ പറഞ്ഞ മുട്ടയിൽ നേരത്തെ ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, 1-2 പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു. പക്ഷെ മരണം നടന്നില്ല. ഇപ്പം മരണം നടന്നു, ഇപ്പം വശക്കേടാണല്ലോ, ശരി എന്നും പറഞ്ഞ് അവർ ട്രീറ്റ് ചെയ്താണ്. ഒരു 11 ദിവസം ഞാൻ കിടന്നു. ഞാൻ 3 ദിവസം മുമ്പ് വന്നു. ഇപ്പോഴും ബുദ്ധിമുട്ട്, ഇപ്പോഴും കാഴ്ചയ്ക്ക് സപ്പടിമ്, തല ചെറിയ കറക്കം, നടക്കാൻ പറ്റുന്നില്ല. പിന്നെ എപ്പോഴും ഉറങ്ങണം എന്നുള്ളൊരു ഒരു ടെൻഡൻസി വരുന്നു. അത് വലിയ ബുദ്ധിമുട്ട് തന്നെ, ഇപ്പോഴും ബുദ്ധിമുട്ട് തന്നെ, കാഴ്ചയ്ക്കൊക്കെ വലിയ ഡിമ്മ്. ഈ മുട്ട കഴിച്ചവർക്കാണ് പ്രധാനമായും വലിയ രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥത ഉണ്ടായത്. അപ്പം ഇതുപോലെ ഞാൻ ആ പെൺകുട്ടിയുടെ ചോദിച്ചു, അമ്മയും മോളും ഞാൻ അവരിതാ ഇതുപോലെ കിടക്കുക, അവർക്ക് ആർക്കും കഴിക്കാൻ വയ്യ. ഞാനിപ്പോൾ ഇങ്ങനെ എഴുതി നടക്കുന്നു അങ്ങനെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. അപ്പം അവർ കഴിച്ചത് മുട്ടയും കഴിച്ചു, കണവ, കൊഞ്ച്, ഇത് 3 കഴിച്ചവരുണ്ട്. അപ്പോൾ അവിടെ ഈ അസുഖം വന്നവരും മരിച്ചവരിലൊക്കെ ഈ മുട്ടയാണ് കയറിയിരിക്കുന്നത്. മുട്ട കൂടെ കഴിച്ചവരാണ്. പക്ഷേ എൻ്റെ കൂട്ടുകാരന്മാർ 2 പേരും ഒരു കുഴപ്പമില്ല, അവർ മുട്ട കഴിച്ചില്ല. അപ്പോൾ മുട്ടയിലായിരിക്കും ഇത് 10 എല്ലാവരും പറയണ 1 വർഷം 9 മാസമൊക്കെ ഉള്ള ഇതുപോലെ മുട്ടകൾ എവിടുന്നെങ്കിലുമൊക്കെ കൊണ്ടുവന്ന്, തമിഴ്നാട്ടിൽ നിന്ന് എവിടെ നിന്നാണെന്ന് അറിയില്ല, നമുക്കറിയില്ല, കൊണ്ടുവന്ന് അവിടെ ഇട്ടേക്കും. അപ്പോൾ പിന്നെ ഒരു 1000 പേര് ആഹാരം കഴിക്കാൻ പറഞ്ഞെങ്കിൽ ഒരു 15 പേര് മുട്ട കേൾക്കാറുള്ളൂ. അതുകൊണ്ട് അത് സ്റ്റോക്ക് ഇരുന്ന് പഴയ എന്തൊക്കെ ആയിരിക്കും. ഇത് ഏത് മീനിൻ്റെ മുട്ടയാണ്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു? അത് എന്നെ നോക്കാനായിട്ട് ഒരുപാട് പത്രക്കാരും പിന്നെ ഈ ഇതിൻ്റെ സേഫ്റ്റി ഓഫീസറൊക്കെ കോവളത്തു നിന്ന് ലേഡീസ് 2-3 പേരെ വന്ന് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുത്ത്, അപ്പോൾ അത് ഞാൻ എല്ലാം പറഞ്ഞത് കേട്ട് ശേഷം അവരെ കൂടെ വന്നൊരു പുരുഷൻ ഇങ്ങനെ ഫോണിൽ എന്നെ കാണിച്ചു ഒരു സ്കെൽറ്റ്. എനിക്ക് പേരൊന്നും ചോദിച്ചില്ല. ഇപ്പം വേണമെങ്കിൽ എല്ലാം അവരെയൊക്കെ എനിക്ക് വിളിപ്പിക്കത്തൊക്കെ ഉള്ളൂ. അത് ഞാൻ നോക്കിയപ്പം ഇതാണോ നിങ്ങൾ കഴിച്ചത്? അയ്യോ, ഞാൻ ഇത് തന്നെ. ഇതെന്തിനാണെന്ന് അറിയാമോ? എനിക്കറിയില്ല. നമ്മൾ കടപ്പുറത്ത് നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഈ ഇത് വലിയ മാക്രിയെ പോലെ പെരുവി വായും തുറന്ന് മുള്ളു പോലെയുള്ള നമ്മളെടുത്ത് കളയുന്ന റബ്ബർ പോലെ ഒരു ഫുട്ബോൾ പോലെ ഒരു സാധനമുണ്ട്. അത് വിഷമാണ്. അതിൻ്റെ മുട്ട ആണ് ഇത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അവിടെ കിടക്കുന്നതൊക്കെ ചെറിയ ടൈപ്പാണ്. പക്ഷേ ഇത് കടപ്പുറത്തുനിന്ന് മുക്കോര് പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഇതിൻ്റെ 3 ഇരട്ടി വലുപ്പമാണ്. അപ്പോഴാണ് അവർ മുട്ടയൊക്കെ എടുത്തിട്ട് അതിനെ കളഞ്ഞിട്ട് ഇത് കൊടുക്കുന്നതാണ് ആൾക്കാർ പറഞ്ഞത്. ഞാൻ കണ്ടിട്ടില്ല. ഈ കേരളത്തിലുള്ള ഉദ്യോഗസ്ഥർ ഈ ഒരു കേസ് ഉണ്ടായതിന് ശേഷം തമിഴ്നാട്ടിലെ തുറമുഖങ്ങളിൽ പോയി അന്വേഷിച്ചിരുന്നു ഇത്തരത്തിൽ മീൻമുട്ട ഇങ്ങനെ കേരളത്തിലേക്ക് കയറ്റി വിടുന്നുണ്ടോ എന്ന്. അപ്പോൾ അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരം ഈ അടുത്ത കാലത്ത് ഒന്നും തന്നെ ഇത്തരത്തിൽ മുട്ട വേർതിരിച്ചിട്ടില്ല എന്നാണ്. ഇതിലേക്ക് പത്രത്തിൽ വന്ന് പോയിട്ട് അവരെ ഒന്നും കണ്ടുപിടിക്കാൻ അത് കണ്ടുപിടിക്കാനെന്ന് പറയുമ്പം ഇപ്പം ഈ അസ്മാസ് പിന്നെ അവിടെ അവർ അപ്പോഴും തന്നെ പൂട്ടി. നടപടിക്ക് വരുന്നതിന് മുമ്പ് അവർ പഴയ സാധനങ്ങൾ അത്രയും മാറ്റിയിട്ട് എല്ലാം പുതിയത് വെച്ചില്ലേ. അപ്പം ലാബിൽ പോയപ്പോൾ അയ്യോ നല്ലതാണെന്ന് വിചാരിച്ച് വരുമായിരിക്കാം. ഇനിയിപ്പം മരിച്ച 2 പേരുടെ ആന്തരികങ്ങൾ കട്ട് ചെയ്ത് അവർ ടെസ്റ്റ് ചെയ്ത് അത് വന്നില്ല. അത് വരുമ്പോഴേ ഇതിൻ്റെ കംപ്ലീറ്റ് ഇത് അറിയാൻ കൂടെ. കാരണം വിഷം ആണെന്ന് അറിയാമല്ലോ, അല്ലാതെ പിന്നെ മരിക്കില്ലല്ലോ.
അതറിയാവും. പിന്നെ ഞാൻ പെറ്റീഷൻ കൊടുക്കാൻ CRPC പോയിരുന്നു. ഇവിടെയൊക്കെ പരാതി കൊടുത്തു. ഞാൻ മുഖ്യമന്ത്രി, ഹെൽത്ത് മിനിസ്റ്റർ, കളക്ടർ, കമ്മീഷണർ, MLA, ഫുഡ് ഓഫീസർ, പിന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക്, നഗരസഭ രാജേഷ് അവരുണ്ടല്ലോ, മേയർ, അവർക്ക് അങ്ങനെ 7 പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ എന്താണ് ആരോഗ്യാവസ്ഥ? നിലവിൽ എനിക്ക് നടക്കുമ്പോൾ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കിളിയൻ തട്ട് പോലെ പോയതിന് ഇപ്പം ഒരു ചെറിയ രീതിയിലുള്ള കിളിയൻ തട്ട് അരി നടക്കുകയാണ്. ഇപ്പോഴും കാഴ്ചയില്ല, തലയ്ക്ക് ഒരു വേദന, കഴുത്ത് കുനിക്കുമ്പോൾ നോക്കാനായിട്ട് ശകലം ഒരു പ്രയാസം. മുൻപ് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നുമില്ല. ഇതുവരെ ആശുപത്രി ഞാൻ കയറിയിട്ടില്ല. ICU എന്ന് പറയുന്നത് ആൾക്കാർ സുഖമില്ലായിരിക്കുമ്പോൾ ഒന്ന് ചെന്ന് കാണാനായിട്ട് ഉള്ള ഒരു സാഹചര്യമൊക്കെ ചിലപ്പം വന്നിട്ടുണ്ട്. അല്ലാതെ എനിക്ക് ഇങ്ങനെ ഒരു ടാബ്ലറ്റ് പോലും ഞാൻ കഴിച്ചിട്ടില്ല. വയസ്സ് 74 വയസ്സായി. എക്സർസൈസ് ചെയ്യുന്നതിന് ഒരു ഇതിലാണ് ഞാൻ ഈ അവരെ പോലെ കിടക്കാതെ ഇത്രയും രൂപ ചിലവാക്കിയതിൽ 2 സ്റ്റെപ്പ് നടക്കാൻ പറ്റുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിലവിൽ ചികിത്സയ്ക്ക് എത്ര രൂപ ചിലവായി? ചികിത്സയ്ക്ക് 4,89,516 രൂപ എന്തോ ആണ്. അത് എനിക്ക് ബില്ല് വേണമെങ്കിൽ ഞാനിപ്പം ഇത് എവിടെ വേണോ കൊടുക്കുക അതെല്ലാം വെച്ചാണ് ഞാൻ ഇവർക്ക് 7 പേർക്കും കൊടുത്തിരിക്കുന്നത്. ഈ ബില്ലെല്ലാം വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് മെഡിസിപ്പ് നമുക്ക് കിട്ടൂല. മെഡിസിപ്പ് ഒരു കളിപ്പീരാണ്. മെഡിസിപ്പ് ഇല്ലാത്ത ഒരു GGയിലാണ് പോയത്. അപ്പോൾ ഇനി ആ പൈസയും ഇല്ല. പിന്നെ എവിടെയെങ്കിലും കോടതിയിലൊക്കെ പോയാൽ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടുമായിരിക്കും. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അയ്യോ, ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ ഞാനല്ല, എൻ്റെ കൂടെ ഒരുപാട് പേര് ഇത് കിടക്കുന്നത്. എന്നെ അങ്ങനെ ഒരു റിട്ടയർഡ് SI ചൂഴമ്പാല എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയൊക്കെ പിന്നെ ഇതെടുത്ത് ഒരു CI ഇവിടെ മരിച്ച ഇത് എടുത്ത് എന്നെ വിളിച്ചിരുന്നു. നല്ല സഹകരണമായിരുന്നു. പക്ഷേ അതുപോലെ സഹകരണം ഇവിടെ കിട്ടിയില്ല, വിഴിഞ്ഞത്ത് കിട്ടിയില്ല. നിങ്ങൾ പിന്നെ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു, സാറ് അങ്ങനെ സംസാരിക്കരുത്, ഞാനൊരു റിട്ടയർഡായാണ്, സാറ് CI ആയിരിക്കും, നാളത്തെ പയ്യനല്ലേ, ഞാൻ 36 വർഷം സർവീസ് ചെയ്ത് 10. അതുകൊണ്ട് സാറ് അങ്ങനെ പറയരുത്, നമ്മൾ നടന്നത് ഇവിടെ അല്ലേ, പിന്നെ ഞാൻ എന്തിന് മണ്ണന്തല പോകണം? സാറിന് അറിയാമല്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, ഒരു കംപ്ലയിൻ്റ് എഴുതി കൊടുക്കൂ, അതിന് രസീത് മാറ്റോണ്ട് പോകും. ഇത് റിപ്പോർട്ട് വരുന്ന പ്രകാരം ഞാൻ നിങ്ങളെ വിളിച്ച് എൻക്വയറി ചെയ്തതാണ്. അതുപോലെ തലേ ദിവസം ഈ പെൺകുട്ടികളെല്ലാം ഒരു 8-10 പേര് പോയി, അവരെ വിരട്ടിയപ്പോൾ അവർ തിരിച്ച് എന്തോ ബുദ്ധിമുട്ട് വരും. പത്രക്കാരൊക്കെ വന്നപ്പോൾ പതുക്കെ നിങ്ങളൊരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് പോയി എന്ന് പറഞ്ഞു. എന്തായാലും ഈ ഹോട്ടലിൽ നിന്നും മീൻമുട്ട കഴിച്ചവർക്കാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊട്ടാരക്കരയിൽ നിലവിലിപ്പോൾ ഈ ഹോട്ടലിൽ നിന്നും മീൻമുട്ട കഴിച്ച ഒരു വിദ്യാർത്ഥി അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മീൻമുട്ടയുടെ ഉറവിടം തേടി തമിഴ്നാട്ടിലേക്ക് പോയ ഭക്ഷ്യ സുരക്ഷാ വിഭാഗം നിരാശരായി മടങ്ങേണ്ടി വന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് നമുക്കിപ്പോൾ ലഭിക്കുകയാണ്. വിഴിഞ്ഞത്തെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം 2 പേർ മരിച്ച സംഭവത്തിൽ തുടരന്വേഷണത്തിനാണ് കേരളത്തിൽ നിന്നുള്ള സംഘം തമിഴ്നാട്ടിലേക്ക് ഇക്കഴിഞ്ഞ ദിവസം പോയത്. തേങ്ങാപ്പട്ടണം തുറമുഖത്താണ് തമിഴ്നാട് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ സഹകരണത്തോടെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. ഈ പ്രദേശത്തെ തീരത്ത് എത്തിച്ച വലിയ മീനുകളുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കാനായി ശേഖരിച്ചുവെങ്കിലും മീൻമുട്ടയോ സംശയിക്കപ്പെടുന്ന മറ്റ് മീൻ സാമ്പിളുകളോ ലഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മത്സ്യ സംസ്കരണശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന മീൻമുട്ടയാണ് കേരളത്തിലെ ചില ഹോട്ടലുകളിൽ എത്തിക്കുന്നത് എന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥരുടെ പിന്തുണ തേടിയത്. എന്നാൽ അത്തരം പ്രദേശങ്ങളിലൊന്നും പരിശോധനയ്ക്ക് കേരളത്തിലെ സംഘത്തെ കൊണ്ടുപോയില്ല എന്നുള്ള വിവരവും ലഭിക്കുന്നു. കൂടാതെ സാമ്പിൾ ശേഖരിച്ചത് നേരിട്ട് കടലിൽ നിന്ന് എത്തിച്ച മീനിൽ നിന്നാണ്. ഈ തുറമുഖത്തെ രേഖകളിൽ അടുത്ത ദിവസങ്ങളിലൊന്നും തന്നെ മീൻമുട്ട വേർതിരിച്ചതായി രേഖപ്പെടുത്തിയിട്ടുമില്ല. മുൻപ് മീൻമുട്ട വിൽപ്പന നടത്തിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും പ്രതീക്ഷിച്ച വിവരങ്ങളൊന്നും ലഭിക്കാതെയാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം മടങ്ങിയത്. എന്തായാലും ഈ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മളോട് പറഞ്ഞതുപോലെ മാസങ്ങളോളം പഴക്കമുള്ള മീൻമുട്ടയാകാം ഇത്തരത്തിൽ ഹോട്ടലിൽ പാചകം ചെയ്തത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.